പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുക്കാനും അദ്ദേഹം വളരെ മിടുക്ക് കാണിച്ചിട്ടുള്ളതാണ് എന്നും. ടി സതീശൻ ആയാൽ ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തല സാർ വരണമെന്ന് തന്നെയാണ്. അത് എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന ഒരു വീടാണ്. ഞങ്ങൾ ഏതെല്ലാം ഭരണങ്ങൾ കയറിമാറി വന്നെങ്കിലും എനിക്കൊരു വീട് കിട്ടിയിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല സാറിനെ കാണുകയും കണ്ട് സംസാരിക്കുകയും ചെയ്തതിൽ പിന്നാണ് ഞങ്ങൾക്കൊരു വീട് സാറായിട്ട് വെച്ച് തരുമായിരുന്നു. വലിയ വികസന വിപ്ലവം തന്നെ ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. രമേശ് ചെന്നിത്തല ആകണമെന്നാണ് ആഗ്രഹം. നല്ല പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെത്. കൂടുതലും 10 വർഷം അവരല്ലേ ഭരിച്ചത്. ഇനി MLA നമ്മുടെ രമേശ് ചെന്നിത്തല ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള താല്പര്യവും ചെന്നിത്തല തന്നെ ആകണമെന്നാണ് ഞങ്ങളുടെ. കാരണം ദേശീയ തലത്തിലായാലും എല്ലാ കാര്യങ്ങളിലും പുള്ളി ഇടപെട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. അതിന് മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളാണ് രമേശ് ചെന്നിത്തല തന്നെ തീർച്ചയായിട്ടും. എല്ലാം ചെയ്യാൻ കേരളത്തിൽ മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു ആഗ്രഹം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സൗമ്യനും ജനകീയനുമാണ്. LDF ആണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. UDF ആണെങ്കിൽ VD സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതാണ് ആഗ്രഹം. ശ്രീ രമേശ് ചെന്നിത്തല ആകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അദ്ദേഹത്തിന് വളരെ വലിയ വീക്ഷണമുള്ള ഒരാളാണ്. ഏത് വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണകളുള്ള ആളാണ്. രാഷ്ട്രീയ ഭേദമന്യേ ആരൊരു പരാതിയുമായി ചെന്നാലും അവർക്ക് കൊടുക്കാവുന്ന സ്വാന്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുക്കാനും അദ്ദേഹം വളരെ മിടുക്ക് കാണിച്ചിട്ടുള്ള ആളാണ് എന്നും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം. സീനിയർ നേതാവ് എന്ന നിലയ്ക്കും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവ് എന്ന നിലയ്ക്കും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. രമേശ് ചെന്നിത്തല തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഏത് തരത്തിലാണെങ്കിലും ആരെന്ത് സഹായത്തിന് ചെന്നാലും ഏത് കാര്യത്തിനാണെന്ന് വെച്ചാലും നമ്മൾ അത് പാർട്ടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. രമേശ് ചെന്നിത്തല നമ്മുടെ ഫസ്റ്റ് ചെന്നിത്തല ആദ്യ വർഷം തൊട്ട് ഇവിടെ നിന്ന് ജയിച്ചതും വരാൻ പോകുന്നതും ഇനി വരാനിരിക്കുന്നത് പിണറായി വിജയൻ. അപ്പോൾ ഇപ്പോഴത്തെ വികസനം, പിന്നെ പഠിക്കുന്ന കാര്യമായാലും നമ്മൾ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ പുസ്തകമൊക്കെ നേരത്തെ കൊണ്ടുവരണ പണ്ടത്തെ പോലെയല്ലേ, ഇപ്പം കുറച്ച് നേരത്തെയാണ് പുസ്തകമൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തല സാർ വരണമെന്ന് തന്നെയാണ്. അത് എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന ഒരു വീടാണ്. ഞങ്ങൾ ഏതെല്ലാം ഭരണങ്ങൾ കയറിമാറി വന്നെങ്കിലും എനിക്കൊരു വീട് കിട്ടിയിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല സാറിനെ കാണുകയും കണ്ട് സംസാരിക്കുകയും ചെയ്തതിൽ പിന്നാണ് ഞങ്ങൾക്കൊരു വീട് സാറായിട്ട് വെച്ച് തരുമായിരുന്നു. അത് രമേശ് ചെന്നിത്തല വരണമെന്നാണ് ആഗ്രഹം. കാരണം സാർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സീനിയോറിറ്റിയിൽ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സാർ തന്നെ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അടുത്ത മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യൻ രമേശ് ജിയാണ്. കാരണം 28 വയസ്സിൽ അദ്ദേഹം കേരളത്തിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിട്ട് പുള്ളി ഭരണത്തിൽ കയറിയ വ്യക്തിയാണ്. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള മാത്രമല്ല ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ് രമേശ് ജി. രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അദ്ദേഹം 28ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അതോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാട്. അദ്ദേഹം ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിലെ മാഫിയകളെ, പ്രത്യേകിച്ച് ധനമാഫിയകളെ ഓപ്പറേഷൻ കുബേര എന്ന സിസ്റ്റത്തിലൂടെ അടിച്ചമർത്തി. ഇപ്പം UDF ആണെങ്കിൽ VD സതീശൻ വരുമായിരിക്കും. അതല്ല ഇപ്പം LDF ആണെങ്കിൽ പിണറായി വിജയൻ. ഞങ്ങളുടെ ആഗ്രഹം രമേശ് ചെന്നിത്തല വരണമെന്നാണ്, മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. കാരണം അധികം ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ 2-3 പാലങ്ങൾ, അങ്ങനെയുള്ള കുറേ വികസന പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് റോഡുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ, അത് താക്കോൽദാനം പോലെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രമേശ് ചെന്നിത്തല സാർ ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ എല്ലാത്തിലും നല്ല സൗമ്യനായ ഒരു നേതാവാണ് അദ്ദേഹം. രമേശ് ചെന്നിത്തല ആവണമെന്നാണ് ആഗ്രഹം. കാരണം അദ്ദേഹം ഒരു സൗമ്യനാണ്, കേരളത്തിലെ ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പം അതൊക്കെ കൊണ്ടുകൂടി പിന്നെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം. രമേശ് ചെന്നിത്തല. VD സതീശൻ ആയാൽ കൊള്ളാമെന്നുണ്ട്. മുഖ്യമന്ത്രി ആരാവുന്നതിൽ വലിയ കഥയില്ല. ആരൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ സിസ്റ്റം അതൊക്കെ തന്നെയാണ്.
അവർ വീണ്ടും വരുന്നത് ഈ പറഞ്ഞ പ്രഷർ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് തന്നെയാണ്. പിന്നെ ഇത്തിരിയെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് വി സതീശനും തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സൗമ്യതയുടെ മുഖമാണ് അദ്ദേഹം. ജനകീയനാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൂടാതെ പുതുതലമുറയുടെ പ്രശ്നങ്ങൾ വരെ അദ്ദേഹം കണക്കിലെടുത്ത് അതിനുവേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡ്രഗ്സിൻ്റെ അതിനെക്കുറിച്ചൊരു വൻ പരിപാടിയായിരുന്നു അദ്ദേഹം ഓർഗനൈസ് ചെയ്തത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഏറ്റവും നല്ല ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം വെച്ചിട്ട് രമേശ് ചെന്നിത്തല വരണമെന്നാണ് ആഗ്രഹം. കാര്യം പുള്ളിക്കാരന് നേരത്തെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ജനറേഷനൊക്കെ പുള്ളി നല്ല മുന്നോട്ട് നല്ല പിന്തുണ നൽകുന്ന ആളാണ്. പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നിൽ നിന്നും ഒക്കെ ഈ തലമുറ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല വരണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ രമേശ് ചെന്നിത്തല പുള്ളി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വി.ഡി. സതീശന്റെ പേരേ പറയുള്ളൂ. ഒന്നാമത്തെ കാര്യം, അടുത്ത ഇലക്ഷനിൽ UDF ജയിക്കാനാണ് കൂടുതൽ സാധ്യത.